ലിവർപൂൾ അലക്സാണ്ടർ ഇസാക്കിനെയും കൂടെ നോക്കുന്നുണ്ട്. ഈ വാർത്തകൾ ഇപ്പം നല്ലപോലെ മീഡിയാസിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഓൾറെഡി ലിവർപൂൾ റോഡ്രിഗോനെ, അതായത് ലൂയിസ് ഡയസിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് അവർ നോക്കുന്നുണ്ട്. റയൽ മാഡ്രിഡിൻ്റെ റോഡ്രിഗോ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. ലിവർപൂളിൻ്റെ ഇതുവരെയുള്ള ട്രാൻസ്ഫേഴ്സും കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് ആ സമയത്ത് തന്നെ എനിക്ക് ഇസാക്കിൻ്റെ ചെറിയ ചെറിയ റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. കാരണം ഇസാക്ക് എന്ന് പറയുന്നത് ന്യൂകാസിൽ യുണൈറ്റഡിൽ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ അത് കേൾക്കുന്നുണ്ട്. പക്ഷേ ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സിനൊന്നും വന്നിട്ടില്ല. അതായിരുന്നു ഞാൻ ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി അത് കൺഫേം ആയിട്ടുണ്ട്. ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സും തന്നെ ആക്ച്വലി നടക്കുന്നുണ്ട്. ലിവർപൂളും അലക്സാണ്ടർ ഇസാക്കും, അതായത് അലക്സാണ്ടർ ഇസാക്ക് ന്യൂകാസിൽ യുണൈറ്റഡിനോട് പോയി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ ഒരു സമ്മറോട് കൂടി ലീവ് ചെയ്യണം. ഓക്കെ, ഏതെങ്കിലും ഇതിലോട്ട് ലീവ് ചെയ്യണം. കാരണം 2022 റയൽ സോസിഡാഡിൽ നിന്ന് ന്യൂകാസിൽ യുണൈറ്റഡിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. 86 മത്സരങ്ങളിൽ നിന്നും 54 ഗോൾ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്. ഒരു ക്വാളിറ്റി പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ് ഈ ഒരു അലക്സാണ്ടർ ഇസാക്ക് എന്ന് പറയുന്നത്. ലിവർപൂൾക്ക് ഇപ്പോൾ ലിവർപൂളിൻ്റെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവന്മാർക്ക് എന്താ വട്ടായോ? എനിക്കറിയില്ല, ഇനി വല്ല ലോട്ടറി അടിച്ചോ, എന്താ സംഭവിക്കുന്ന ഇവന്മാരുടെ ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം, ഫ്ലോറിയാൻ വിറ്റ്സ് ആയാലും പിന്നെ ഇത് നമ്മുടെ ഹ്യൂഗോ എക്കിറ്റിക്ക് ഫ്രാങ്ക്ഫോർട്ടിൽ നിന്നും അദ്ദേഹത്തെ സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കർക്കസ് ആയാലും ഫ്രാംപോങ് ആയാലും ഇവരൊന്നും ചെറിയ എമൗണ്ടിൽ സൈൻ ചെയ്തവരല്ല. 23 മില്യൺ പൗണ്ട്, 40 മില്യൺ പൗണ്ട്, മറ്റേത് 69 മില്യൺ പൗണ്ട്. ഫ്ലോറിയൻ വിറ്റ്സിന് 129 മില്യൺ പൗണ്ട്, അതായത് 150 മില്യൺ യൂറോ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഈ അലക്സാണ്ടർ ഇസാക്കിന് ലിവർപൂൾ ചോദിക്കുന്നത് 150 മില്യൺ പൗണ്ടാണ്. ഫ്ലോറിയൻ വിറ്റ്സിനെയും മറികടന്നു. ഓക്കെ, അതായത് 172 മില്യൺ യൂറോ വരും ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു അലക്സാണ്ടർ ഇസാക്കിന് മാത്രം. അപ്പോൾ എന്താണ് ലിവർപൂൾ എന്തിനാണ് ഇത്രയധികം സൈനിങ്ങുകൾ നടത്തുന്നത്? ലിവർപൂൾ മാനേജ്മെൻറ്റിന് എന്താ പറ്റി, ലോട്ടറി അടിച്ചോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അതൊന്നല്ല, എനിക്ക് തോന്നുന്നൊരു കാര്യം, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിലാണല്ലോ സ്ലോട്ട് ലിവർപൂളിനെ ഏറ്റെടുത്തത്. അതിൻ്റെ മുമ്പ് വരെ എർഗൻ ക്ലോപ്പ് ആയിരുന്നു. എർഗൻ ക്ലോപ്പിൻ്റെ അണ്ടറിൽ ഒരു വേൾഡ് ക്ലാസ് ടീമായിട്ട് ലിവർപൂൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല പെർഫോമൻസ് അല്ല, ചാമ്പ്യൻസ് ലീഗ്, ട്രബിൾ, അങ്ങനെ കുറേ പ്രീമിയർ ലീഗ് അങ്ങനെ കുറേ നേടിയിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് പലപ്പോഴും ഈ ഒരു എന്താ പറയുക, ആർട്ടിറ്റ ആഴ്സണലിനെ ഏറ്റെടുക്കുന്നതിന് മുമ്പ് വരെയൊക്കെ ലിവർപൂളായിരുന്നു അവർക്ക് വൺ ഓഫ് ദി മെയിൻ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുണ്ട്, ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുണ്ട്, പ്രീമിയർ ലീഗ് അടിച്ചിട്ടുണ്ട്, സിറ്റിയെ കോമ്പീറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രീമിയർ ലീഗ്സിനൊക്കെ കോമ്പീറ്റ് ചെയ്തിട്ട്. അപ്പോൾ എർഗൻ ക്ലോപ്പ് നല്ല വേൾഡ് ക്ലാസ് രീതിയിൽ ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരു ടീം, പിന്നെ എർഗൻ ക്ലോപ്പ് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അതിൻ്റെ ഒരു മാസം മുമ്പോ 2 മാസം മുമ്പൊക്കെ ഒരു ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവർപൂൾ വിട്ട് പോവാണ്. ഒഫീഷ്യൽസിനൊക്കെ അറിയിച്ചു, മാനേജ്മെൻറ്റ്സിനൊക്കെ അറിയിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ലിവർപൂൾ ടീം പിന്നെ ഒരു സ്ലോട്ടിനെ ഏൽപ്പിച്ചു. ഞാനിത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. സ്ലോട്ടിൻ്റെ അണ്ടറിൽ ലിവർപൂൾ ഫസ്റ്റ് സീസണിലൊന്നും അത്ര നല്ല പെർഫോമൻസ് പുറത്തെടുക്കില്ല. അതായിരിക്കും ലിവർപൂൾ മാനേജ്മെൻ്റ് ഒരു എന്താ പറയുക പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ സ്ലോട്ടിൻ്റെ അണ്ടറിൽ ലിവർപൂൾ ടീം എന്ന് പറയുന്നത് എന്താ പറയുക, ഒരുമാതിരി മാരക ടീമായിട്ട് മാറി. പ്രീമിയർ ലീഗ് പഠിച്ചത് നമ്മൾ കണ്ടു. ചാമ്പ്യൻസ് ലീഗിൽ PSG-യുമായിട്ട് എന്താ പറയുക, പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് പരാജയപ്പെട്ടത്. ഓക്കെ, അത് എന്താ പറയുക, എല്ലാവരും ഷോക്കിംഗ് ആയിട്ട് ഞെട്ടിച്ചുകൊണ്ടാണ് PSG ലിവർപൂളിനെ പരാജയപ്പെടുത്തി കളഞ്ഞു വിട്ടത്. പിന്നെ FA കപ്പൊന്നും ഇല്ല അവർക്ക്, അതൊക്കെ വേറെ കാര്യം. അപ്പോൾ ലിവർപൂൾ, പക്ഷേ ഈ സ്ലോട്ടിൻ്റെ അണ്ടറിലുള്ള ലിവർപൂൾ ടീം എന്ന് പറയുന്നത് ഒരു കിഡ്ലൻ ടീമാണ്. സലയെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ ലൂയിസ് ഡയസിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല ഫോമിലാണ് ലിവർപൂൾ ഈ ഒരു സ്ലോട്ടിൻ്റെ അണ്ടറിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ലോട്ടിൻ്റെ അണ്ടറിലുള്ള ഈ ഒരു ലിവർപൂൾ ടീമിന് നല്ലപോലെ വിശ്വാസമുണ്ട് ആക്ച്വലി ഈ ഒരു ലിവർപൂൾ ടീം മാനേജ്മെൻറ്റിന്. എനിക്ക് തോന്നിയ കാര്യം അതാണ് അവർക്ക് ഈ ഒരു ടീമിന് വേണ്ടി ഇത്രയും കാശ് ഒടുക്കുന്നത്. അടുത്ത സീസണിൽ ലിവർപൂൾ എന്തായാലും രണ്ടും കൽപ്പിച്ചാൽ ഓക്കെ, അവന്മാർക്ക് ചാമ്പ്യൻസ് ലീഗ് ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ പ്രീമിയർ ലീഗ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ എല്ലാം എടുക്കണം. ആ ഒരു മൈൻഡ് സെറ്റിലാണ്. പക്ഷെ എത്രത്തോളം വർക്കാവുന്നത് നമുക്കറിയില്ല. സ്ലോട്ടിന് കൃത്യമായ പ്ലാൻ ഉണ്ട് എന്നുള്ള വാർത്തകളാണ് കറൻ്റ്ലി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമുക്കറിയില്ല. എന്തായാലും ഇവന്മാർ രണ്ടും കൽപ്പിച്ചാണ്. ഈ സാക്കിനെയും കൂടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവർപൂൾ ടീം എന്താണെന്ന് പറയുക, ലൂയിസ് ഡയസ് പോവുകയാണ്. ഓക്കെ, അദ്ദേഹം മേ ബി ബയൺ മ്യൂണിക്കിൽ നിന്നും നല്ലൊരു ബിഡ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം പോവും. ഓക്കെ, ലിവർപൂളും സെറ്റ് ലീവാണ്. വേണമെങ്കിൽ നല്ലൊരു 100 മില്യൻ്റെ അടുത്തൊരു നല്ലൊരു ഓഫർ കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തെ കൊടുക്കും എന്നുള്ള രീതിയിലാണ്. അദ്ദേഹത്തിനൊരു റീപ്ലേസ്മെൻറ്റ് ഒന്നല്ലെങ്കിൽ റോഡ്രിഗോ അല്ലെങ്കിൽ ഇസാക്ക്, അലക്സാണ്ടർ ഇസാക്ക്, രണ്ടിലാരെങ്കിലും ഒരാളായിരിക്കും എന്തായാലും. നമുക്ക് നോക്കാം. എന്തായാലും റോഡ്രിഗോ അവിടെ റയൽ മാഡ്രിഡ് ലീവ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലീവ് ചെയ്യാം, റയൽ മാഡ്രിഡിന് ഓക്കെയാണ്, അദ്ദേഹത്തെ ലീവ് ചെയ്യാം. ഇവിടെ അലക്സാണ്ടർ ഇസാക്കും സെയിം സിറ്റുവേഷൻ തന്നെ. ന്യൂകാസിൽ യുണൈറ്റഡ് പറഞ്ഞിട്ടുണ്ട്. ന്യൂകാസിൽ യുണൈറ്റഡിനോട് അലക്സാണ്ടർ ഇസാക്ക് പറഞ്ഞു തനിക്ക് പോകണം എന്നുള്ള കാര്യം. അപ്പോൾ നല്ലൊരു ഓഫർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ന്യൂകാസിൽ യുണൈറ്റഡ് അലക്സാണ്ടർ ഇസാക്കിനെ കൊടുക്കും. നല്ല ഓഫർ കിട്ടി കഴിഞ്ഞാൽ റോഡ്രിഗോനെ റയൽ മാഡ്രിഡും കൊടുക്കും. രണ്ടും നടക്കും. ഏതാണ് ഇനി ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ നടക്കുക? ലിവർപൂൾ ഇനി ആരെയായിരിക്കും സൈൻ ചെയ്യാൻ പോകുന്നത്? ഹ്യൂഗോ എക്കിറ്റിക്ക് കഴിഞ്ഞു, ഇനി ആരെയായിരിക്കും സൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള വാർത്ത നമുക്ക് എന്തായാലും നോക്കാം. സോ താങ്ക് യു സോ മച്ച്.